ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുകയെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് പഠിപ്പൊന്നും നടക്കുന്നില്ല. കാരണം ഞങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാനും എടുക്കാനൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം മിക്ക ദിവസവും പുറത്തൊക്കെ പോയി വരുമ്പോൾ തന്നെ ഒരു വിധമാവും കേട്ടോ. പിന്നെ പഠിക്കാനും തോന്നില്ല. പക്ഷേ എക്സാം ഇതായിനി 2-3 ദിവസമേ ഉള്ളൂ കേട്ടോ. 3 ദിവസം ഇല്ല, ഇന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ 3 ദിവസം ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി മുതൽ പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങായിരുന്നു. ആദ്യം തന്നെ അത് കുറച്ച് ഇതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അക്കൗണ്ടൻസിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അക്കൗണ്ടൻസി അങ്ങനെ അധികം അറിയില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ അക്കൗണ്ടൻസിയിൽ നിന്ന് തന്നെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡീപ്പായിട്ട് പഠിക്കണം. പക്ഷെ നമുക്കറിയാത്തൊരു ഏരിയ ആകുമ്പോൾ നമ്മളത് എത്ര പഠിച്ചാലും നമ്മുടെ തലയിൽ നിൽക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം നേരം തന്നെ ഇരുന്ന് പഠിക്കാനൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വേറെ ബുക്കൊക്കെ എടുത്ത് ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നും മതിയാവുമല്ലോ. അങ്ങനെ അടുത്ത സബ്ജക്റ്റ് എടുത്ത് പഠിക്കും. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് പഠിക്കും കേട്ടോ. ഞാൻ ഒരു സബ്ജക്റ്റ് തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ നേരം ഇങ്ങനെ പഠിക്കാനിരിക്കില്ല. ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സബ്ജക്റ്റ് എടുക്കും, അതൊക്കെ ഒന്ന് നോക്കി പഠിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കോർപ്പറേഷനും ലോയും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കാനായിട്ട്. പിന്നെ നമ്മുടെ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആൻസർ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ലെവലൊക്കെ മനസ്സിലാവാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ടൊക്കെ നമ്മൾ എഴുതാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും വരാം. നമ്മൾ ഈ എക്സാമൊക്കെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ, മോഡൽ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇന്നലെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് അറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും ഇന്ന് പഠിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇറയത്തിരിക്കും. അപ്പോൾ നല്ല തണലാണ്, നമുക്ക് പഠിക്കാനും സുഖം, നല്ല കാറ്റും അത്യാവശ്യം നല്ല വെളിച്ചവും നല്ലൊരു അന്തരീക്ഷം കേട്ടോ. പിന്നെ കിളികളും എല്ലാവരും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ കുറച്ചൊക്കെ ഒന്ന് പോവും. എന്നാലും നമുക്ക് പഠിക്കാനായിട്ട് നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ 10ലും +1 +2 പഠിക്കുമ്പോൾ ഞാനിതുപോലെ ഇറയത്തൊക്കെ ഇരുന്നിട്ടാട്ടോ പഠിക്കൽ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അമ്മ പാലൊക്കെ തിളപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ മതി എന്നിട്ട് അതിൽ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് വൈകുന്നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടോ. വൈകുന്നേരം ഞാൻ കോർപ്പറേഷനൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ബാങ്കിങ്ങും പഠിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ രാത്രി ഞാൻ ഇരിക്കാൻ നിന്നില്ല. കാരണം എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും അതുപോലെ തന്നെ ചുമയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. എനിക്ക് പിന്നെ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ രാത്രി ഇപ്പോൾ ഇരിക്കൽ കുറവാണ്. എക്സാം ആയിട്ടും നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇനി മുതൽ പഠിക്കാനിരിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.